ഹിമാലയത്തിൻ്റെ നെഞ്ചിലൊളിച്ചിരിക്കുന്ന ഒരു സ്വർഗഭൂമി, അതാണ് കാശ്മീർ. പൂക്കൾ പൂക്കുന്ന താഴ്വരകൾ, നീരുറവകൾ, മഞ്ഞുമൂടിയ മലനിരകൾ. മനുഷ്യൻ സ്വപ്നം കാണുന്ന സ്വർഗത്തിൻ്റെ യഥാർത്ഥ രൂപം ഇതാണെന്ന് തോന്നുന്നു. കാലങ്ങളോളം കാശ്മീർ സംസ്കാരത്തിൻ്റെയും കലയുടെയും സംഗമഭൂമിയായിരുന്നു. പൗരാണിക കാലത്ത് കശ്യപമീര എന്ന് വിളിച്ച ഈ ദേശം മഹർഷി കശ്യപന്റെ പേരിൽ ജനിച്ച ചരിത്രത്തിൻ്റെ മുത്താണ്. ബൗദ്ധമതം മുതൽ ഇസ്ലാം വരെയും ഹിന്ദു ക്ഷേത്രങ്ങൾ മുതൽ സൂഫി ദർഗകൾ വരെയും ഇവയെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു ഈ താഴ്വര. പക്ഷേ ആ സമാധാനത്തിൻ്റെ മൃദുവായ സംഗീതം ചിലപ്പോൾ വെടിയൊച്ചകളായി മാറി. യുദ്ധം, അതിർത്തികൾ, രാഷ്ട്രീയങ്ങൾ ഈ ഭൂമിയുടെ സൗന്ദര്യം മൂടിക്കെട്ടിയ മേഘങ്ങൾ പോലെയാണ്. എന്നാൽ ആ മേഘങ്ങൾക്കപ്പുറം ഇന്നും കാശ്മീർ തൻ്റെ പൂക്കളുടെ സുഗന്ധം പരത്തി നിൽക്കുന്നു. കാശ്മീരിൻ്റെ ഓരോ കാറ്റിലും ഒരു വേദനയുണ്ട്, പക്ഷേ അതിനൊപ്പം ഒരു പ്രത്യാശയുമുണ്ട്. പുതിയൊരു പ്രഭാതത്തിനായി കാത്തിരിക്കുന്ന മനോഹരമായൊരു ഹൃദയം പോലെ. നമുക്ക് കാശ്മീർ കാണുമ്പോൾ മഞ്ഞുമൂടിയ പർവ്വതങ്ങൾ മാത്രം കാണരുത്. ആ മലനിരകളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങളും കാണണം. അവരുടെ കണ്ണുകളിലുള്ള ആ ശാന്തിയും ആകാംക്ഷയും നമുക്ക് പാഠമാകട്ടെ. കാശ്മീർ നമ്മെ പഠിപ്പിക്കുന്നതൊന്നാണ്: സൗന്ദര്യം യുദ്ധത്തിലല്ല, സമാധാനത്തിലാണ്. നമുക്ക് ഈ സ്വർഗഭൂമിയെ കാണുമ്പോഴെല്ലാം മനസ്സിൽ ഓർക്കാം, സത്യമായ സൗന്ദര്യം പ്രകൃതിയിലും മനുഷ്യഹൃദയത്തിലും തന്നെയുണ്ട്. खुदा से मन्नत है मेरी, लौटा दे जन्नत वो मेरी।